ഈ അവസാനത്തെ സമയത്ത് ഭയങ്കര ടെൻഷനും കൈൻഡ് ഓഫ് ഡീമോട്ടിവേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞിട്ട് ഞാനൊക്കെ ചെയ്യുന്നൊരു ഐഡിയ ആണ്. അതായത് ഇതൊരു ബാഡ് അല്ല, നിങ്ങളൊരു സാധനം ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ആ സാധനം എക്സിക്യൂട്ട് ആയില്ല എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അത് സക്സസ് ആയില്ല എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ പാടില്ല. നെഗറ്റീവ് ഉണ്ടാകാനും സാധ്യതയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഓരോ ദിവസവും നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടാവും. പ്ലാൻ ആദ്യം വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ ഡോപ്പയിലൊക്കെ ആണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. ഈ പ്ലാനിലാണ് നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ഈ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് സക്സസ് ആവാതിരിക്കാൻ പ്ലാൻ വെക്കുന്നത് അത് ഫുൾ 100% കംപ്ലീറ്റ് ആവാനും വേണ്ടിയിട്ടല്ല, ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും, പക്ഷേ ടുവേർഡ്സ് എൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. പ്ലസ് എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് പ്ലാൻ വെക്കുക. ഒരു മിനി പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പേരൊക്കെ ആക്കിയിട്ട് തന്നെ വിളിക്കാം. ഒരു കുഞ്ഞ് പ്ലാൻ വെക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ബയോളജി എന്നും വായിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫിസിക്സിൽ ഇൻഓർഗാനിക്കിൽ ഇത്ര ചാപ്റ്റർ തീർക്കാനുണ്ട്, പിന്നെങ്കിൽ എക്സാം ഇതാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്ലാനിങ്ങൾക്ക് ടോട്ടൽ പ്ലാൻ ഉണ്ട്. 250 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, NCERT ഈ എക്സസൈസ് ഞാൻ ചെയ്യും, കുറച്ച് PYQ ചെയ്യും, അങ്ങനത്തെ കുറച്ച് പ്ലാനുള്ള ആൾക്കാരുണ്ട്. ഇതിന് കൂടെ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് പ്ലാൻ. അത് ഞാനിപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭയങ്കര ക്ലാരിറ്റി കുറഞ്ഞ ഏരിയകൾ, അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലാത്ത, ഭയങ്കര എപ്പോഴും ടഫാകുന്ന, ചിലപ്പോൾ ഇക്വേഷൻ അപ്പുറത്തും മാറിപ്പോകുന്നത്, ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡർ മാറിപ്പോകുന്നത്, ഫിഗേഴ്സ്, ഇങ്ങനത്തെ കുറേ ചെറിയ വീക്കർ ഏരിയാസ് ഉണ്ടാകും. അവിടെ ഹിറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. അപ്പോൾ നമ്മൾ ഈ മിനി പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമല്ല. നിങ്ങൾ ഒരു ദിവസം ഒരു പ്ലാൻ വെക്കുക. സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ 17th ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, അതിൻ്റെ ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, അതിപ്പോൾ ഒരു ദിവസം അതേക്കാരും ടാസ്ക് ഉണ്ടാവാം. അത് നോർമലി തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. രണ്ടാമത് മേ ബി നിങ്ങളുടെ ബയോളജിയിൽ പ്ലാന്റ് ഫിസിയോളജിയിൽ കുറേ സൈക്കിൾസ് കാര്യങ്ങളുണ്ട്. അതാവും ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ ടാസ്കേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എക്സ്ട്രാ ടാസ്ക് ആയിട്ടാണ് വെക്കുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല നോളജ് കിട്ടും. അത് ആ സാധനം ക്ലിയർ ചെയ്യാൻ പറ്റും. റിവിഷൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത് എന്താ വെച്ചാൽ നമ്മൾ അതൊരു പോസിറ്റീവാണ്. നമ്മൾ ആ സാധനം കൂടി കവർ ചെയ്ത് പോയാൽ നമ്മളെന്താണ്, നമുക്കൊരു എക്സ്ട്രാ എനർജി കിട്ടും, മൊത്തത്തിലൊരു പോസിറ്റീവ്നെസ് കിട്ടണം. ഓക്കെ, ഞാൻ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല, മറ്റേ പ്ലാൻ തന്നെ കംപ്ലീറ്റ് ആയില്ല, ഓക്കെ, ആ നാളെ എന്ത് ചെയ്യും, ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ഒരു ആക്സിലറേഷൻ, നമ്മളൊരു ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത പോലെ ഉണ്ടാവും, മൊത്തത്തിൽ ഒന്ന് ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ പ്ലാൻ, ഒരു മിനി പ്ലാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ടോട്ടലി കരുതുക. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഒരു പ്ലാൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം നമ്മൾ കാണും. എക്സ്ട്രാ സാധനം കണ്ടാൽ നമുക്കത് ആ ദിവസം കൊണ്ട് നമ്മളത് തീർത്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അന്നത്തെ ഉറങ്ങും, അന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ലൈവ് നിർത്തുള്ളൂ. അപ്പോൾ അതൊരു പോസിറ്റീവ് സാധനം. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ കൊള്ളാലോ, നാളെ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പ്ലാൻ്റെ ഇൻറ്റൻസിറ്റി മാറും, ആ പ്ലാൻ്റെ എക്സിക്യൂഷൻ മാറും. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യും, നമുക്ക് ഡെയിലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക.